4 സെന്റിൽ വീട് വെക്കാം അല്ലെ? തീർച്ചയായിട്ടും ഒരു ചലഞ്ചായിട്ട് അങ്ങ് ഏറ്റെടുത്തു. ചെറിയ പ്ലോട്ടിൽ വീട് നിർമ്മിക്കുമ്പോൾ ഭംഗിയാക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷനേ ഇവിടെ വന്നിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ മെറ്റീരിയലാണ് ഇത് ഉപയോഗിച്ചതെന്നല്ലേ നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം PVC ബോർഡാണ്. ടൈലാണ് 45-ൽ കട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. ഇതിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ ഡിസൈനുകൾ കണ്ടില്ലേ, നമ്മളെ ലപ്പോത്ര ഡിസൈനിൽ വരുന്ന ടൈലുകളാണ്. ഈ വീട് നല്ല ഹൈറ്റ് ഉണ്ട്, മാക്സിമം ഹൈറ്റ് കൊടുത്തു. ചെറിയ പ്ലോട്ട് ആണെങ്കിൽ ആ ഒരു ഗാംഭീര്യത്തിന് ഒരു കുറവ് വരുത്തിയില്ല. അവരുടെ കഴിവാണ്. ഹായ് ഫ്രണ്ട്സ്, ഒരു 4 സെന്റിൽ വീട് നിർമ്മിക്കാൻ പറ്റുമോ? എന്നാൽ ഒരു ചലഞ്ചിങ് ആയിട്ട് എടുത്ത് ഇസ്മായിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ കാണുന്ന പ്ലോട്ട് കണ്ടില്ലേ, വെറും 4 സെന്റിൽ 3 ബെഡ്റൂമോട് കൂടി അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് ചലഞ്ചിങ് ആയിട്ട് നിർമ്മിച്ച വീടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലും ഒക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോകൾ കണ്ട് ഇതുപോലുള്ള വീടുകൾ പുതിയത് വരുമ്പോൾ നമുക്ക് കൂടെ ഒരു എനർജി കിട്ടുകയാണ്. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. 4 സെന്റിൽ വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ചിങ് തന്നെയാണ്. നമ്മൾ വന്നിരിക്കുന്ന എടപ്പാളിൽ പെരുമ്പറമ്പാട്ടോ. ഇങ്ങനെ ഒരു വീട് ഇസ്മായിൽ ഇവിടെ നിർമ്മിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വീട് ആവണം, ഇത്രയും ചെറിയ പ്ലോട്ടിൽ ഒരു ടെൻഷൻ കൂടാതെ ആവണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനക്കരുത്തിൻ്റെ റിസൾട്ട് തന്നെയാണ് ഈ കാണുന്നത്. വെറുതെ എന്തെങ്കിലും വീട് ഡിസൈൻ ചെയ്തതല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ അത് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ലെവലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് അങ്ങ് തുടങ്ങാം. എന്തായാലും ഹൈലൈറ്റ് ഈ കാണുന്ന ഒരു ടൈൽ ഡിസൈൻ കണ്ടില്ലേ, ഇത് എങ്ങനെ ടൈലാണോ ഗ്രാനൈറ്റ് ആണോ എന്നൊക്കെ ചോദിക്കും. ഈ കാണുന്നത് ആ ടൈലാണ് 45-ൽ കട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. ഇതിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ ഡിസൈനുകൾ കണ്ടില്ലേ, നമ്മളെ ലപ്പോത്ര ഡിസൈനിൽ വരുന്ന ടൈലുകളാണ്. നമുക്ക് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അതേ ടൈലുകൾ തന്നെയാണ് ഈ ഒരു ഷൂ റാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 6x4 ആണ്, അപ്പോക്സി സെയിം കളറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഹൈലൈറ്റ് സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ 4 ലെഗ് ബ്ലാക്കിൽ വന്നു. അപ്പുറത്തുള്ള വലിയ വിൻഡോനെ റൗണ്ട് ചെയ്ത് കൊടുത്തു. അതുപോലുള്ള ഹൈലൈറ്റുകളാണ് ഈ സിറ്റ് ഔട്ടിൽ ചെയ്തത്. ഇതുപോലുള്ള സ്റ്റെപ്പുകൾ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ പലർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾ തീർക്കുന്ന രീതിയിലാണ് സിമ്പിളായിട്ട് ഈ സ്റ്റെപ്പ് കൂടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് വിൻഡോനെ കെർവ് ചെയ്ത് ആർച്ച് ഡിസൈൻ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഹൈലൈറ്റർ വാൾ എന്നുള്ള നിലക്ക് ഈ ഒരു വലിയ വിൻഡോയെ CNC ഡിസൈൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. സാധാരണ അലൂമിനിയം വിൻഡോകൾക്കൊക്കെ നമ്മൾ ഗ്രില്ലില്ല സെക്യൂരിറ്റി ഇല്ല എന്നൊക്കെ പറയുമല്ലോ, അതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ഫ്ലവർ ആർട്ട് വർക്ക് അല്ലെങ്കിൽ CNC പാറ്റേൺ കൊണ്ട് ഇവിടെ ഇത് ഭംഗിയാക്കി. അതുപോലെ ഒരു ലൂവർ ഡിസൈൻ സിമെൻറ്റിലും കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ സിമെൻറ്റ് ടെക്സ്ചറും കൂടെ വന്നപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് അടിപൊളിയായി. പക്ഷേ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ റൂഫിംഗ് ആണ്. സാധാരണ സ്ലോപ്പ് റൂഫൊക്കെയാണ് കാണുന്നതെങ്കിൽ ഇവിടെ ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ട്രസ് വർക്കിലാണ് ഇതിൻ്റെ റൂഫിംഗ് വന്നിരിക്കുന്നത്. 2 സെക്ഷനായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ വിൻഡോയുടെ ഡിസൈനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ വന്നിരിക്കുന്ന ആർച്ചിനെ നേരെ മേലെ ഓപ്പോസിറ്റ് ആയിട്ട് ആർച്ച് ചെയ്തിട്ട് ഒരു സെയിം സിമിലർ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ബാൽക്കണിയിലും നമുക്ക് ഇതേ പാറ്റേണുള്ള ഒരു വിൻഡോ ഡിസൈൻ കാണാം. അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയർ വളരെ സിമ്പിളാണ്, മുറ്റം വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ ഇൻ്റർലോക്ക് പേവിങ്സ് യൂസ് ചെയ്തു, ആർട്ടിഫിഷ്യൽ ഗ്രാസും യൂസ് ചെയ്തു. ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾ പറ, ഇതിൻ്റെ കളറ് തന്നെയല്ലേ. സാധാരണ രീതിയിൽ വീടിന് എന്തെങ്കിലും പെയിന്റ് അടിക്കുന്നതിന് പകരം ഇതിൻ്റെ കളറിലും കുറച്ച് കാര്യങ്ങൾ ഡിസൈനറും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വെറും 4 സെന്റിൽ വീട് വെക്കാൻ പറ്റുന്ന ഇസ്മായിലെ, നമസ്കാരം. 4 സെന്റിൽ വീട് വെക്കാം അല്ലേ? തീർച്ചയായിട്ടും ഒരു ചലഞ്ചായിട്ട് അങ്ങ് ഏറ്റെടുത്തു. അവരാണ് നമ്മള് പറഞ്ഞു കൊടുത്തു. ഡോറിക് ഡിസൈൻ അവരാണ് ഡിസൈൻ ചെയ്തത് അല്ലേ? ഓക്കെ. അവരുടെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ എല്ലാം ഡിസൈൻ ഓക്കെ. എടപ്പാളുള്ള ടീമാണ് കേട്ടോ. ഇപ്പൊ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ 4 സെന്റിൽ ഇത് നടക്കും എന്നുള്ള വല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് നമ്മള്
അറിയാലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടോ? പിന്നെ ശരിക്കും ഇൻസ്പയർ ആയിട്ടുണ്ട്. മീൻസ് നിങ്ങളാണെങ്കിൽ ശരി, മറ്റുള്ള ഈ വ്ളോഗേഴ്സിന്റെ ഒക്കെ ഒരു നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടല്ലോ, വീട് വെക്കണം അല്ലെങ്കിൽ ഒരു വെറൈറ്റി വീട് വെക്കണം എന്നുള്ളൊരു, വീട് വെക്കുമ്പോൾ അത് വെറൈറ്റി ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എപ്പോഴും ഓൺലൈനിൽ സെർച്ച് ചെയ്തോണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങനെ ഒരു വീട് വെക്കണമെങ്കിൽ ഇത് സാധ്യമാണെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാവും. നമുക്ക് പ്ലോട്ട് കുറവാണ്, 10 സെന്റ് ഒക്കെ വേണ്ടേന്ന്. അങ്ങനെ ഒരു ചലഞ്ച് നിങ്ങളെ ഫാമിലിയിൽ തന്നെ? ഇല്ല, അങ്ങനൊന്നുമില്ല. കാരണം ഇപ്പോൾ അറിയാലോ, നമുക്കിപ്പോ കൂടുതലായിട്ട് പരിസരങ്ങളൊന്നും ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു കാലഘട്ടമാണ്. എപ്പോഴും ഒരു ഫ്ലാറ്റ് ലൈഫിന്റെ മോഡലിലേക്ക് നമ്മൾ ഗ്രാമപ്രദേശങ്ങളും ആയി തുടങ്ങി. പിന്നെ മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും, അവളും ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ തന്നെ സമയമില്ല. ഓക്കെ, ഇനിയിപ്പോ ഈ ഒരു വീട്ടില് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വീട് നല്ല ഹൈറ്റ് ഉണ്ട്, മാക്സിമം ഹൈറ്റ് കൊടുത്തു. ചെറിയ പ്ലോട്ട് ആണെങ്കിൽ ആ ഒരു ഗാംഭീര്യത്തിന് ഒരു കുറവ് വരുത്തിയില്ല. അതൊരു കഴിവാണ്. നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ, നമ്മളെ ആവശ്യങ്ങൾ ഇന്നതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. ഓക്കെ, പിന്നെ ഇതിന്റെ പെയിന്റ് കളറിലും കുറെ കാര്യം. ആദ്യം സാധാരണ എല്ലാവരും വെള്ള കളർ അങ്ങ് അടിച്ച് തീർക്കില്ല. ഇവിടെ കളറിൽ കളറിൽ ഞാൻ ഒരുപാട് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ പെയിന്റ് കുടുങ്ങിയിട്ടുണ്ട്. കാരണം കുറെ 4-5 പെയിന്റ് ഞങ്ങൾ കൊടുത്തിട്ട് അതിന്റെ സാമ്പിൾ അടിച്ചു നോക്കി, എന്നിട്ട് ആണ് ഇത് സെലക്ട് ചെയ്തത്. ഒരുപാട് അതിന് മെനക്കെട്ടുണ്ട്. ഓക്കെ, വീട് വെക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷെ പലരും വീട് വെക്കുമ്പോൾ ഒരുപാട് പ്രായം കഴിഞ്ഞ അല്ലെങ്കിൽ അവസാന ലെവലിലൊക്കെ എത്തി അതൊരു ബുദ്ധിമുട്ട് കുട്ടികൾക്കുള്ള വീടാക്കി മാറ്റും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ഐഡിയാസ് കൊണ്ടുവരാനും പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. ഇവിടെ ചെറുപ്രായത്തിൽ തന്നെ വീടുകൾ, മുമ്പൊരു വീട് ഉണ്ടായിരുന്നോ? അതെ, എനിക്കൊരു വീട് ഉണ്ടായിരുന്നു. ഓക്കെ, തൊട്ടടുത്ത് തന്നെ ഈ റോഡിന്റെ ഓപ്പോസിറ്റ് ആണ് എന്റെ വീട് ഉണ്ടായിരുന്നത്. അത് പിന്നെ സെയിൽ ഔട്ട് ചെയ്തിട്ടാണ് പിന്നെ ഇത് ചെയ്തത്. സ്ഥലം വാങ്ങിച്ച് ഉണ്ടാക്കിയത്. ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ എന്റെ വീട് പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 1 വർഷത്തിനുള്ളിൽ വീടിരിക്കാനാണ് എന്റെ പ്ലാൻ. മീൻസ് കഴിഞ്ഞ ജനുവരി 13-നാണ് ഞാൻ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബറോട് കൂടി അവസാനിപ്പിക്കുക, ഡിസംബറിൽ വീടിരിക്കുക എന്നുള്ള പ്ലാനാണ്. പക്ഷേ ഈ അറിയാലോ, ജോലിക്കാർ പണിക്കാരെ യഥാസമയം കിട്ടൂല, അവരുടേതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു 2 മാസം. മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ സ്വന്തം നാട്ടിൽ തന്നെയാണ് വീട് ഉണ്ടായിരുന്നത്. ഈ കുറച്ചപ്പുറത്ത് തന്നെ മാറി ഈ ഒരു വീട് നിർമ്മിക്കുക, മറ്റൊരു നാട്ടിലൊക്കെ പോയി എടുക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് അതിന്റെ ഒരു? അല്ല, കാരണം ഞങ്ങൾ ഫാമിലി 9 പേരാണല്ലോ. 9 പേര്, ഞങ്ങള് 6 കുട്ടികൾ. അപ്പൊ ഞങ്ങൾ 6 ആൺകുട്ടികൾ എല്ലാവരും ഞങ്ങൾ ഈ മഹലിൽ തന്നെയാണ്. ഈ പ്രദേശത്ത് ചുറ്റുവട്ടത്ത് വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള ആളുകളാണ് എല്ലാവരും. അപ്പൊ ഒരിക്കലും ഇവിടുന്ന് പോകാനുള്ളൊരു, ഒരിക്കലും നമുക്ക് നാടല്ല, നമ്മളെ ഗ്രാമം, നമ്മൾ ജനിച്ചു കളിച്ചു വളർന്ന സ്ഥലങ്ങളല്ലേ. അതെ, കുറച്ചപ്പുറത്ത് തന്നെ വീടുണ്ടാക്കി. തറവാട് വീട് തന്നെയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചെറിയ പ്ലോട്ടിൽ വീട് നിർമ്മിക്കുമ്പോൾ ഭംഗിയാക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷനേ ഇവിടെ വന്നിട്ടില്ല. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഡോറക് ഡിസൈനിൻ്റെ ഒരു എഫേർട്ട് കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നത് മൊത്തം നമുക്ക് ഒരു ഫീൽ ഗുഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല കളർ കോമ്പിനേഷൻ ഇതിനകത്ത് ഉപയോഗിച്ച് എന്നുള്ളതാണ്. പക്ഷേ ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന വലിയൊരു ഹാളിലാണ്, ഒരു ഓപ്പൺ സ്പേസ് ആണ്, ഓപ്പൺ കിച്ചണ്, ഓപ്പൺ ലിവിങ് എല്ലാം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് അടിപൊളിയായിട്ടുള്ള സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെപ്പറേറ്റ് സീറ്റുകളായതുകൊണ്ട് ഒരു ലൂസ് ഫീലിംഗ് അല്ലെങ്കിൽ മാക്സിമം സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ലൊരു സെൻറ്റർ ടേബിൾ കൊടുത്തു, അതുപോലെ TV യൂണിറ്റ് ഇവിടെ കൊടുത്തു. TV യൂണിറ്റിൽ L ഷേപ്പിൽ ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുകയാണ്. താഴെ വൈറ്റ് കളറിലെ യൂണിറ്റും അതേപോലെ സൈഡിൽ ലൂവേഴ്സും കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. TV ഏരിയ കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു വിസിബിലിറ്റി ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ആർട്ട് വർക്കും അതുപോലെ ഈ വലിയ കേർട്ടനൊക്കെ ഇതിനകത്ത് പ്രാധാന്യമുള്ളത് തന്നെയാണ് കേട്ടോ. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് ഈ കാണുന്ന വിൻഡോ ആണ്. ഈ വിൻഡോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കാണാം, പുറത്തുനിന്ന് അകത്തേക്ക് ഇപ്പോൾ കാണില്ല എന്നുള്ളതാണ്. അതിൽ ആ പാറ്റേണുകൾ ഇതിലേക്ക് വരുമ്പോൾ, സൂര്യൻ്റെ ലൈറ്റിൽ ഇവിടെ വരുമ്പോൾ നല്ലൊരു ഫീല് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ മേലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ബാൽക്കണി കാണുന്നുണ്ട് കേട്ടോ. അത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വരുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇതാണ് ലിവിങ്. നേരെ എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്. പിന്നെ ഡൈനിങ് സ്പേസിൽ 6 പേർക്ക് സുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഒരു ഏരിയ ആണ്. ബേ വിൻഡോ ഈ ഒരു കെർവ് ഡിസൈനിൽ മാക്സിമം വലുപ്പത്തിൽ കൊടുത്തു. ഒരു ഫാമിലി ഗാദറിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കുഷനോട് കൂടിയ സിറ്റിംഗ് ഉണ്ട്.
നല്ല കേർട്ടൻസ് കൊടുത്തു, ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് പറയുമ്പോൾ ഈ ഒരു ടൈൽ ഏതാ നിങ്ങൾ ചോദിക്കും. സാറ്റിൻ ഫിനിഷിലുള്ള ടൈലാണ്, അസർവയുടെ ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു കൺസോൾ യൂണിറ്റ് കാണാം. നല്ല കർവ് ഡിസൈൻ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പെയിൻറ്റിങ് കൂടെ കൊടുത്തപ്പോൾ ഭംഗിയായി. ഡോറിൻ്റെ ഡിസൈനിൽ നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞിരുന്നു ആർച്ച് ഡിസൈൻ ആണ്, അത് അകത്തുനിന്നും ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രാൻഡ് ഫീല് കിട്ടുന്ന രീതിയിൽ വുഡൻ ഡിസൈനും മേലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്ലോ പ്രൂഫ് ആണെന്ന് പറഞ്ഞിരുന്നു. മേലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും സ്ലോ പ്രൂഫ് ഇൻറ്റീരിയറിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. അതിൽ ബ്ലാക്ക് കളറായിട്ടുള്ള പട്ടികയും അതുപോലെ തന്നെ റെഡ് കളറിലെ ടെറാക്കോട്ട സീലിങ്ങും കൂടെ കൊടുത്തപ്പോൾ അടിപൊളിയായില്ലേ. ഇതാ ഇങ്ങോട്ട് വരണം എന്നല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വരുമ്പോൾ അതാ മഹാഗണിയിൽ അടിപൊളിയായിട്ടുള്ള സ്റ്റെയർ കാണാം. ഇതിൻ്റെ ഹാൻഡ് റെയിലും അതുപോലെ സ്റ്റെപ്പുകളെല്ലാം മഹാഗണി തന്നെ. ഇതാ ഭംഗിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തു. മെറ്റൽ കൊണ്ടുള്ള ഒരു സ്റ്റെയർ ആകുമ്പോൾ ഈ ഒരു ഭാഗത്ത് പാക്ക് ചെയ്ത് കോൺക്രീറ്റ് വരുന്ന ഏരിയയും പാക്ക് ചെയ്ത് തന്നെ വുഡിൽ ചെയ്തിരിക്കുകയാണ്. മെറ്റൽ ബ്ലാക്ക് കളറിൽ തന്നെ ഫിനിഷ് ചെയ്തു കൊടുത്തു. നമുക്കറിയാം മെറ്റൽ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നമുക്ക് ഇതുപോലുള്ള വുഡൻ കൊടുക്കാൻ, വുഡായിട്ട് കൊടുക്കാം, ടോപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കവർ ചെയ്ത് കൊടുക്കാം, സ്റ്റെപ്പിൻ്റെ ഡിസൈൻ മാറ്റാം. എല്ലാത്തിനും മെറ്റലിൽ സൊല്യൂഷൻ ഉണ്ട്. മെറ്റലിൽ ചെയ്യുന്ന ഒരുപാട് ടീമിനെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഇതാ ഈ ഒരു ഭാഗത്ത് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് ഈ കാണുന്ന മിററും അതുപോലെ വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസ് ഏരിയയിൽ ഒരു ഹിഡൻ ഡോർ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. ഈ ലൂവേഴ്സിനെ അടക്കം ഒളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഒരു കോമൺ ടോയ്ലറ്റ് ഒക്കെ വേണമല്ലോ. ചെറിയൊരു പ്രസ്സിങ് കൊടുത്താൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ ടോയ്ലറ്റ് ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പുറത്തുനിന്ന് നമുക്ക് കിച്ചണിലേക്ക് കാണാൻ പറ്റുന്ന ഒരു വിൻഡോ ആണ് ഇവിടെ ഉള്ളത് എന്ന്. ആ വിൻഡോ എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ ദാ ഈ കാണുന്ന ഓപ്പൺ കിച്ചണിൽ നിന്നാണ്. ഓപ്പൺ കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കാണുന്ന വാളിനെ അട്രാക്റ്റീവ് ആക്കി മാറ്റിയിട്ടുണ്ട്. കർവായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ലൂവറിൻ്റെ കൂടെ ഒരു ഗോൾഡൻ പാറ്റേണും കൂടെ വന്നപ്പോൾ ഒരു ഗ്രാൻഡ് ഫീൽ കിട്ടി. നമ്മൾ വെറുതെ എന്തെങ്കിലും പ്ലെയിൻ ആയിട്ട് കൊടുക്കാതെ എന്തെങ്കിലും ഒരു ടച്ച് ഗോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിച്ച് ഫീല് കിട്ടും. നിങ്ങളുടെ ഡിസൈനിൽ അത് ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് കവർ ചെയ്ത് നമ്മളിതാ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല ടൈപ്പ് ചെയ്യാറുണ്ട്. ഓപ്പൺ കിച്ചണും പല ടൈപ്പ് ചെയ്യാറുണ്ട്. അതിലൊക്കെ ഇതുപോലുള്ള സിറ്റിങ് കൗണ്ടർ ടോപ്പ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ആയിട്ടും അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാർട്ടീഷൻ ആയിട്ടും ഒരു സെപ്പറേഷൻ ആയിട്ടും ഒരു പ്രൈവസിക്ക് കൂടി ഉള്ള ഒരു എലമെൻ്റ് ആയിട്ട് മാറും ഇതുപോലുള്ള കൗണ്ടർ യൂണിറ്റുകൾ. അത് നിങ്ങളുടെ വീടിൻ്റെ ഡിസൈൻ അനുസരിച്ച് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിതാ ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ മെറ്റീരിയലാണ് ഇത് ഉപയോഗിച്ചതെന്നല്ലേ നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം PVC ബോർഡാണ്. നിങ്ങൾ ചിലപ്പോൾ മൾട്ടിവുഡ് എന്നായിരിക്കും പറയുക. ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇതിനകത്തെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് കമ്പനി പ്രസ്സിംഗ് അല്ല. ഇവിടെ ചെയ്തിരിക്കുന്നത് PVC ലാമിനേറ്റുകളാണ്. PVC ലാമിനേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ മെറ്റീരിയലിനെ വളച്ചിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്ക് വാട്ടർ ലീക്കേജ് വരുമ്പോൾ എഡ്ജ് ബാൻഡിൽ ഇല്ലെങ്കിൽ അതിലൂടെ കംപ്ലൈൻറ്റ് വരിക എന്നുള്ള ടെൻഷനുള്ള ആൾക്കാർക്കുള്ളതാണ് ഈ ഒരു PVC ഐഡിയ കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാതെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ലാമിനേറ്റ്സിൽ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് സാധാരണ മൈക്ക, അതിൻ്റെ മേലെയാണ് PVC. കാരണം അതിന് ഇരട്ടി വില വരും. അതും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അക്രലിക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സുകളോ ഒക്കെ വരിക കേട്ടോ. ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്ന ടൈലിലാണ്. അത് 45-ൽ കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു തിക്നെസ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു സാധാരണ കിച്ചൺ എന്നുള്ള നിലക്ക് ഡോറുകൾ കൊടുത്തു, ടാൻഡം ബോക്സുകൾ അല്ലെങ്കിൽ ട്രേകൾ, പുൾ ഔട്ട് യൂണിറ്റുകൾ എല്ലാം കൊടുത്തു. ഇതിനകത്ത് ഹാൻഡിൽ ഫ്രീ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സാധാരണ ഹാൻഡിൽ ഉണ്ടാവും, അതൊരു എക്സ്ട്രാ നമുക്ക് ബ്ലാക്ക് കളറിലൊക്കെ എടുത്ത് കാണിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു ഭംഗി ഈ ഒരു കളറ് തന്നെയാണല്ലോ, അതിനെ ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ് ചെയ്തു. മാക്സിമം സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുബ് ആൻഡ് ഹുഡ് ഇവിടെ വരുന്നു. ഈ ഒരു ഭാഗത്ത് കിറ്റ്കാറ്റ് ടൈൽസുകൾ കണ്ടു. നമ്മുടെ ചാനലിൽ മുമ്പ് പരിചയപ്പെടുത്തിയതാണ് കേട്ടോ ഈ ഒരു ഐറ്റം, കിറ്റ്കാറ്റ് ടൈൽസ്. അത് കൊടുത്തു. പിങ്ക് കളറിൽ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വെനീഷ്യൻ പ്ലെയിൻസും കൊടുത്തപ്പോൾ ഈ ഒരു ഏരിയ അടിപൊളിയായി. ബാക്കിയുള്ള വോളിനൊക്കെ ടൈല് കൊടുത്തു സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ വർക്കിംഗ് കിച്ചണും കൂടെ വരുന്നുണ്ട് കേട്ടോ. സീലിങ്ങിലെ ലൈറ്റ് നോക്കി 4 സ്പോട്ട് ലൈറ്റും ഒരു സ്ട്രിപ്പ് ലൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റിങ്ങിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ആണുള്ളത്. അതിലിതാ പ്രധാനമായിട്ട് കാണുന്ന ഈ ഡോർ ഡിസൈനുകളെല്ലാം സിമ്പിളായിട്ട് കസ്റ്റമൈസ് ചെയ്തിരിക്കുകയാണ്. ഗ്രൂ ഡിസൈനൊക്കെ. റൂമിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു സ്പേസ് വലിയ സൈസിലൊന്നല്ല. നമുക്കറിയാം 4 സെൻറ്റ് പ്ലോട്ടിലുള്ള വീടാണ്. അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിലാണ് ഈ ഡിസൈൻ എല്ലാം ഉൾക്കൊള്ളിച്ച് എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഈ കാണുന്ന ബെഡ് കോട്ട് ആണല്ലേ, മെയിൻലി ബെഡ് കോട്ടിൻ്റെ എഡ്ജ് കർവ് ചെയ്ത് ഡിസൈൻ ചെയ്ത് വാളിൽ അറ്റാച്ച് ചെയ്ത് ഹെഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള
സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വലിയ കേട്ടൻ്റെ മേലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അവിടെയും ലൈറ്റ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു റൂം ആകുമ്പോൾ നമുക്കറിയാം പല മോഡുകളിലെ ലൈറ്റുകൾ വേണം. അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തു. സ്പോട്ട് ലൈറ്റ് കൊടുത്തു, കോവ് ലൈറ്റ് കൊടുത്തു, വുഡൻ സീലിങ്ങിൻ്റെ സൈഡിൽ ലൈറ്റുകൾ കൊടുത്തു. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ മോൾഡിങ് കൊടുത്തു. അതൊക്കെ ഈ ഒരു റൂമിൻ്റെ ഒരു അടിപൊളിയാക്കുന്നതിന് കാരണമായി. ഇതേ അങ്ങോട്ട് നോക്കി, വാർഡ്രോബ് വന്നിരിക്കുന്നത് സ്ലൈഡിങ് ആണ്. ഒരു ചെറിയ റൂം ആകുമ്പോൾ അവിടെ ഓപ്പണബിൾ ഡോറുകൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള സ്ലൈഡിങ് വാർഡ്രോബ്സ് യൂസ് ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. മാക്സിമം സ്റ്റോറേജ് മേലെയും കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു റൂം. ഇങ്ങോട്ട് വരുമ്പോൾ 4x2 ടൈലുകളാട്ടോ യൂസ് ചെയ്ത്. സെയിം പാറ്റേണിൽ സെയിം ഡിസൈനാണ്. നമുക്ക് വീടാകുമ്പോൾ ഇനിയും ബെഡ്റൂം വേണ്ടേ, ബാക്കി കാര്യങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. വുഡൻ കളറുള്ള സ്റ്റെയറുകൾ എപ്പോഴും ഭംഗി തന്നെ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടും. ഈ ഒരു കളർ കോമ്പിനേഷൻ ഒരു ഫീല് കിട്ടുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. സാധാരണ ഒരു പിങ്കിൻ്റെ ഒരു ഡാർക്ക് ഡസ്റ്റി പിങ്ക് എന്നൊക്കെ പറയുന്ന കളർ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും സെയിം ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കർവായിട്ടുള്ള ഡോർ തന്നെയാണ് ബാൽക്കണിയിലേക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ബാൽക്കണി ഞാൻ എടുത്തു പറയാനുള്ള കാരണം എനിക്ക് ചെറിയ പേടി തോന്നുന്നുണ്ട്. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. വീടുകളിലെ ചെറിയ വീടാണെങ്കിലും ആംബിയൻസിനോ സെറ്റപ്പിനോ ഒരു കുറവില്ല. ഗ്ലാസ് ബ്രിഡ്ജാണ് കൊടുത്തിരിക്കുന്നത്. ടെൻഷൻ ഇല്ലാതെ ഇതിലൂടെ നടക്കാം. കാരണം ഇത് 20 mm തിക്നെസ്സിലുള്ള ഗ്ലാസ്സാണ് കൊടുത്തത്. ഇതിൻ്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ താഴെയുള്ള സിറ്റ് ഔട്ടിൽ നിന്ന് മേലേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു ആംബിയൻസ് കിട്ടും. രാത്രിയൊക്കെ നല്ല വൈബ് കിട്ടുന്ന ഒരു ഏരിയ ആയി മാറും സിറ്റ് ഔട്ട്. അതുപോലെ ഇത് കാണണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. കാര്യമായിട്ട് ഈ ഒരു ഭാഗത്തും നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട സെയിം പാറ്റേണുകളും സെയിം വിൻഡോ ഡിസൈനും ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ആംബിയൻസ് പുറത്തേക്കും കൂടെ കിട്ടും. ഇവിടെ ഹാൻഡ് റെയിലൊക്കെ റൗണ്ടിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളോട് കാണണ്ടേ. ഈ ഒരു സൈഡിലേക്കാണ് ബെഡ്റൂമുകൾ വരുന്നത്. ആദ്യം റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ്ഡ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു റൂമാണ്. ഈ ഒരു വീട്ടിൽ നമുക്കറിയാം ഇതുപോലുള്ള പാറ്റേണുകൾ മോൾഡിങ് ഡിസൈനൊക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ പല വീഡിയോകൾ കണ്ട പല എലമെൻറ്റ്സ് ഈ വീട്ടിൽ കാണാൻ കാരണം നമ്മുടെ സബ്സ്ക്രൈബറാണ് ഇദ്ദേഹം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീഡിയോകളിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് എലമെൻറ്റ്സ് കാണാം. ഹെഡ് ബോർഡിൽ കുഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിറർ ഇവിടെ ആട്ടോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു അയൺ ടേബിൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നമുക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമെന്ന് പറ്റിയില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ അൺഫോൾഡ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും. ഒരുപാട് പ്ലെയിൻ വാളുകളെ അട്രാക്റ്റീവ് ആക്കുന്നത് ഇതുപോലുള്ള പെയിൻറ്റിങ്ങുകളാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള വീട്, ചെറിയ വീട്, ഇതൊക്കെ കാണിക്കേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കാണിക്കേണ്ടത്. വലിയ കൊട്ടാരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടില്ല. നമുക്കറിയാം നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കും അതുപോലെ മാക്സിമം ഡിസൈനേഴ്സിനും എൻജിനീയേഴ്സിനും ആർക്കിടെക്ട്സിനും ഒക്കെ ഉപകാരപ്പെടുന്ന വീഡിയോകളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട ഒരിക്കലും നഷ്ടമാവില്ല. ഇതുപോലുള്ള അടിപൊളി വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരും. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഷെയറും കൂടെ ചെയ്തോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.